CNN കെമിസ്ട്രി ചാനലിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് അഥവാ ഓർഗാനിക് സംയുക്തങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. 3 തരം സംയുക്തങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്: ആൽക്കഹോളുകൾ, ആസിഡുകൾ, എസ്റ്ററുകൾ. അങ്ങനെ 3 വിഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് ആണ് ആൽക്കഹോൾസ്. ആൽക്കഹോളിന് പേര് എഴുതുന്ന രീതിയൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിലെ CH3OH എന്ന് പറയുന്ന ആൽക്കഹോൾ. CH3 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കാർബണേ ഉള്ളൂ. ഒരു കാർബൺ ആണെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് മെത്തലാണ് തുടങ്ങുന്നത്. OH എന്ന് വന്നു കഴിഞ്ഞാൽ അത് ആൽക്കഹോൾ ആണെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ പേരുകള് ഓയിൽ ഓൾ എന്ന് അവസാനിക്കും. അപ്പൊ മെത്ത് പ്ലസ് ഓള് മെത്തനോൾ. അപ്പോൾ CH3OH എന്ന് പറയുന്ന മെത്തനോളിന്റെ പ്രിപ്പറേഷനൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ മെത്തനോളിന് നമ്മൾ മറ്റൊരു പേര് കൂടി പറയാറുണ്ട്. വുഡ് സ്പിരിറ്റ് എന്നാണ് മെത്തനോളിന് പറയുന്ന പേര്. 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പൊ മെത്തനോള് CH3OH ആണ്. അതിന്റെ മറ്റൊരു പേരാണ് വുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെത്തനോളിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. യൂസസ് കൊടുത്തിട്ടുണ്ട്. സോൾവെന്റ് ഇൻ പെയിന്റ് മേക്കിംഗ്, പെയിന്റ് നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ലായകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ദെൻ റിയാക്റ്റന്റ് ഇൻ മേക്കിംഗ് വാർണിഷ് ആൻഡ് ഫോർമാലിൻ, വാർണിഷും ഫോർമാലിനും ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരുപാട് വ്യാവസായികമായ പ്രാധാന്യമുള്ള ഒന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. കാർബൺ മോണോക്സൈഡിനെ ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും, ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും ഒരു ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ, കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ, ഇവിടെ നമ്മൾക്ക് കോപ്പർ, സിങ്ക്, അലുമിനിയം, ഇത് ഏതെങ്കിലും ഒന്നിന്റെ ഓക്സൈഡ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? കാറ്റലിസ്റ്റ് അഥവാ ഉൽപ്രേരകമായിട്ട് എടുക്കുന്നത്. കോപ്പർ, സിങ്ക്, അലുമിനിയം ഏതെങ്കിലും ഒന്നിന്റെ ഒരു ഓക്സൈഡിനെ നമ്മൾ ഉൽപ്രേരകമായിട്ട് എടുക്കുന്നു. ആ ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും, ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജനുമായി ചേർത്തുകൊണ്ടാണ് നമ്മൾ മെത്തനോള് ഇൻഡസ്ട്രിയലി, വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയലി മെത്തനോള് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, ഈ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടി ചേരുമ്പോഴാണ് നമ്മൾക്ക് മെത്തനോൾ കിട്ടുന്നത്. അതുപോലെ മെത്തനോളിന്റെ മറ്റൊരു പേരാണ് വുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇനി മെത്തനോളിന്റെ യൂസസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോൾവെന്റ് ഇൻ പെയിന്റ് മേക്കിംഗ്, പെയിന്റ് നിർമ്മാണത്തിലെ ലായകമായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ റിയാക്റ്റന്റ് ഇൻ മേക്കിംഗ് വാർണിഷ് ആൻഡ് ഫോർമാലിൻ, വാർണിഷും ഫോർമാലിനും നിർമ്മിക്കുന്നതിലെ ഒരു റിയാക്റ്റന്റ് അല്ലെങ്കിൽ ഒരു ഉൽപ്രേരക ഒരു അഭികാരകമായിട്ടും ഉപയോഗിക്കുന്നു. അടുത്ത ആൽക്കഹോൾ ആണ് എത്തനോൾ. മെത്തനോള് നമ്മൾ പ്രിപ്പറേഷൻ യൂസസും ഒക്കെ പഠിച്ചു. അടുത്തതാണ് എത്തനോൾ. എന്ന് വരുമ്പോൾ 2 കാർബൺ ഉണ്ടായിരിക്കും. അപ്പൊ CH3 CH2OH അല്ലെ, CH3 CH2OH. അപ്പോ മെത്തനോളിനെ നമ്മൾ വുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നു. അതേപോലെ എത്തനോളിന് പറയുന്ന മറ്റൊരു പേരാണ് ഗ്രേപ്പ് സ്പിരിറ്റ്. ഓക്കെ, ഇനി എത്തനോളിന്റെ യൂസസ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എത്തനോൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ബിവറേജസ്, മദ്യത്തെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ പെയിന്റ് മേക്കിംഗ്, പെയിന്റ് നിർമ്മാണത്തില്. ഫ്യൂവൽസ്, ഇന്ധനമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ സോൾവെന്റ് ഓഫ് മെഡിസിൻസ്, മരുന്നുകളുടെ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ദെൻ പ്രിസർവേറ്റീവ്, സാധനങ്ങൾക്ക് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നു. ദെൻ പ്രൊഡക്ഷൻ ഓഫ് പെർഫ്യൂംസ്, നമ്മൾ സ്പ്രേ ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ, സുഗന്ധം, അപ്പൊ അതിന് വേണ്ടിയിട്ട് പെർഫ്യൂംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, മറ്റ് ഓർഗാനിക് സംയുക്തങ്ങൾ ഉണ്ടാക്കാനും എത്തനോൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഒരുപാട് യൂസസ് എത്തനോളിനുണ്ട്. ഒരുപാട് യൂസസ് ഉള്ളത് കൊണ്ട് അത്രത്തോളം തന്നെ എന്ത് വേണം, എത്തനോൾ നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമാണ്. അപ്പൊ അത് ഇൻഡസ്ട്രിയലി, വ്യാവസായികമായിട്ട് എത്തനോൾ നിർമ്മിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ എത്തനോൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. പഞ്ചസാരനെ നമുക്കറിയാം ക്രിസ്റ്റൽ രൂപത്തിലാണ് പഞ്ചസാര ഉള്ളത് അല്ലെ. അപ്പൊ ആ ക്രിസ്റ്റൽ രൂപത്തിലുള്ള പഞ്ചസാരനെ മാറ്റിയതിനു ശേഷം ബാക്കിയുള്ള ആ മദർ ലിക്വിഡിന് പറയുന്ന പേരാണ് മൊളാസസ് എന്നാണ് പറയുക. എന്താ പറയാ? മൊളാസസ്. അപ്പോൾ പഞ്ചസാര പ്രിപ്പയർ ചെയ്യുന്നു. പഞ്ചസാര പ്രിപ്പയർ ചെയ്തിട്ട് ആ പഞ്ചസാരനെ ക്രിസ്റ്റൽ ഫോമിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കി ഉണ്ടാകുന്ന വേസ്റ്റ്,
ആ മദർ ലിക്വിഡിന് പറയുന്ന പേരാണ് മൊളാസസ് എന്ന് പറയുന്നത്. ആ മൊളാസസിനെ വെള്ളം ചേർത്ത് നമ്മൾ അതിനെ നേർപ്പിക്കുക. മൊളാസസിനെ വാട്ടർ ആഡ് ചെയ്ത് അതിനെ നേർപ്പിക്കുന്നു. ആ നേർപ്പിച്ച ശേഷം അതിലേക്ക് ഈസ്റ്റ് ചേർത്ത് ഫെർമെന്റേഷൻ നടത്തുന്നു. ഈസ്റ്റ് ചേർത്ത് പുളിപ്പിക്കുക. നമ്മൾ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ അല്ലെ. അപ്പൊ വെള്ളയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഈസ്റ്റ് ചേർക്കാറുണ്ട്, എന്നാലാണ് മാവ് പൊങ്ങി വരുള്ളൂ എന്നൊക്കെ അമ്മ പറയും അല്ലെ. അപ്പൊ അങ്ങനെ ആ ഈസ്റ്റ് ചേർത്തിട്ടാണ് അതിനെ പുളിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ്. എത്തനോൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. പഞ്ചസാര ക്രിസ്റ്റലുകളെ മാറ്റിയിട്ട് അതിനുശേഷം ഉണ്ടാകുന്ന മദർ ലിക്വിഡ് ആയിട്ടുള്ള മൊളാസസിലേക്ക് വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷം വാട്ടർ ആഡ് ചെയ്ത് അതിനെ ഡൈല്യൂട്ട് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യുന്നു. അങ്ങനെ ഈസ്റ്റ് ആഡ് ചെയ്ത് ഫെർമെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് വഴി, പുളിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ വഴിയാണ് നമ്മൾക്ക് എത്തനോള് നിർമ്മിക്കുന്നത്. ഓക്കെ, അതിന്റെ ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിക്ക പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. C12H22O11 ഇത് ഏതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് എല്ലാവർക്കും അറിയാം. ഏതാണത്? ഷുഗർ അല്ലെ, പഞ്ചസാര. അപ്പൊ ഈ പഞ്ചസാരയെ വെള്ളം ചേർത്ത് നേർപ്പിക്കുന്നു. പ്ലസ് H2O, വാട്ടർ അവിടെ ആഡ് ചെയ്ത്. വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാല് ഷുഗർ, ഇതാണ് ഷുഗർ. അപ്പൊ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഈസ്റ്റ് ആണ് ചേർക്കുന്നത്. ആ ഈസ്റ്റിനകത്ത് 2 എൻസൈമുകളുണ്ട്. ഈസ്റ്റിനകത്ത് 2 എൻസൈമുകളുണ്ട്. ആ എൻസൈമുകളുടെ പേരാണ് ഇൻവെർട്ടേസ്, സൈമേസ്. 2 എൻസൈമുകളുടെ പേരെന്താണ്? ഇൻവെർട്ടേസ്, സൈമേസ്. അതിലെ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ആളാണ് ആദ്യം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇൻവെർട്ടേസിന്റെ ജോലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷുഗറിനെ ഡീകമ്പോസ് ചെയ്യും, വിഘടിപ്പിക്കും. ഈസ്റ്റിലുള്ള ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഈ ഷുഗറിനെ ഡീകമ്പോസ് ചെയ്ത് വിഘടിപ്പിച്ച് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. എന്താക്കിയാ മാറ്റുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കിയിട്ട് മാറ്റുന്നു. ഈ ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും ഫോർമുലകൾ ഒന്ന് തന്നെയാണ്, പക്ഷെ അവയുടെ അറേഞ്ച്മെന്റ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവയുടെ സ്വഭാവത്തിലും വ്യത്യാസം ഉണ്ടാകും എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ C6H12O6 എന്ന് പറയുന്ന ഗ്ലൂക്കോസും C6H12O6 എന്ന് പറയുന്ന ഫ്രക്ടോസുമായിട്ട് മാറുന്നു. അപ്പോൾ പഞ്ചസാരേനെ പഞ്ചസാര വെച്ചാൽ മൊളാസസിനെ വാട്ടർ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് അതിലേക്ക് ഈസ്റ്റ് ചേർക്കുമ്പോൾ ഈസ്റ്റിലുള്ള ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം അതിനെ ഡീകമ്പോസ് ചെയ്തുകൊണ്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. ഓക്കെ, അതിനെ അടുത്ത എൻസൈമായ സൈമേസ് എന്ത് ചെയ്യുന്നു? അതിനെ എത്തനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എത്തനോളിനോടൊപ്പം തന്നെ നമ്മൾക്ക് കാർബൺ ഡൈ ഓക്സൈഡും കൂടി അവിടെ റിലീസ് ആവുന്നുണ്ട്. ഒന്നുകൂടെ പറയാം. ഷുഗർ എന്ന് പറയുന്ന മൊളാസസിനെ വാട്ടർ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യുന്നു. ഡൈല്യൂട്ട് ചെയ്ത ശേഷം ഈസ്റ്റ് ചേർക്കുന്നു. ഈസ്റ്റിലുള്ള ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഷുഗറിനെ ഡീകമ്പോസ് അല്ലെങ്കിൽ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. അതിനെ സൈമേസ് എന്ന് പറയുന്ന എൻസൈം എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡുമാക്കി മാറ്റുന്നു. ഇങ്ങനെയാണ് ഇൻഡസ്ട്രിയലി അത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അതിന്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ മൊളാസസിനെ വാട്ടർ ആഡ് ചെയ്ത് ഡൈലൂട്ട് ചെയ്ത് നമ്മൾ എത്തനോൾ പ്രിപ്പയർ ചെയ്തു. ആ എത്തനോൾ എന്ന് പറയുന്നത് 8 to 10% കോൺസെൻട്രേഷൻ ഉള്ളതാണ്. 8 മുതൽ 10% വീര്യമുള്ള എത്തനോളാണ്. അതിന് പറയുന്ന പേരാണ് വാഷന്. അപ്പൊ വാഷന് നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. എക്സൈസുകാർ വാഷ് പിടികൂടി അത് മറച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ വാഷനെയാണ് ഈ വാഷ് എന്ന് പറയുന്നത്. ഈ വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ അംശിക സ്വേദനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ, അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡിലൂടെ ഈ വാഷിനെ നമുക്ക് 95.6% വീര്യമുള്ള എത്തനോൾ ആക്കി മാറ്റാം.
95.6% വീര്യമുള്ള എത്തനോൾ ആക്കി നമ്മൾ ഈ വാഷിനെ മാറ്റുന്നു. ഏത് പ്രക്രിയയിലൂടെ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ അംശിക സ്വേദനം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ. അങ്ങനെ 95.6% ഉള്ള ആ എത്തനോളിന് പറയുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഈ ഓരോ പോയിന്റുകളും ഓരോ വൺ വേർഡുകളാണ് കേട്ടോ. അപ്പൊ അത് ആലോചിച്ച് നല്ലപോലെ പഠിക്കേണ്ടതാണ്. അപ്പോൾ വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ അംശിക സ്വേദനം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ 95.6% എത്തനോൾ ആക്കി മാറ്റാം. അങ്ങനെ മാറ്റുന്ന ആ എത്തനോളിന് പറയുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. എന്താണ് പറയാ? റെക്ടിഫൈഡ് സ്പിരിറ്റ്. മലയാള മീഡിയംകാർക്കും ഇംഗ്ലീഷ് മീഡിയംകാർക്കും ഒക്കെ ഇതേ പേര് തന്നെയാണ് കേട്ടോ, റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഇനി എത്തനോളും പോയിസണസ് സബ്സ്റ്റൻസസും ആഡ് ചെയ്യുമ്പോൾ, പോയിസണസ് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മെത്തനോൾ ഒരു പോയിസണസ് സബ്സ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ മെത്തനോളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് പറയുന്ന പേരാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. എന്താ പറയാ? ഡീനേച്ചേർഡ് സ്പിരിറ്റ്. കാരണം നമ്മള് മദ്യത്തിനൊന്നും ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ബാക്കി ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എത്തനോളിലേക്ക് ഇങ്ങനെയുള്ള പോയിസണസ് സബ്സ്റ്റൻസസ് ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ആഡ് ചെയ്യുന്ന എത്തനോളിന് പറയുന്ന പേരാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. എന്താ പറയാ? ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നു. ഇനി ആ പോയിസണസ് സബ്സ്റ്റൻസ് മെത്തനോൾ ആണെങ്കിൽ, അതിന് സ്പെസിഫിക് ആയിട്ട് പറയുന്ന പേരാണ് മെത്തിലേറ്റഡ് സ്പിരിറ്റ്. അപ്പൊ മെത്തനോളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിന് പറയുന്ന പേരാണ് മെത്തിലേറ്റഡ് സ്പിരിറ്റ്. മെത്തിലേറ്റഡ് സ്പിരിറ്റ് അപ്പോൾ ഒരു പോയിസണസ്, ഒരു വിഷപദാർത്ഥമാണ്. ഓക്കെ. ഇനി 99% എത്തനോൾ ആണെന്നുണ്ടെങ്കിൽ ബെൻസീൻ ആഡ് ചെയ്യുമ്പോഴാണ് അത് 99% എത്തനോൾ ആയിട്ട് മാറുന്നത്. അപ്പൊ അതെന്താണെന്ന് പഠിക്കാൻ പറഞ്ഞിട്ടില്ല. എന്നാലും 99% വീര്യമുള്ള എത്തനോൾ ആയി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പൊ 99% വീര്യമുള്ള എത്തനോളിന് പറയുന്ന പേരാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ. ഇനി ഈ ആബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും തമ്മിൽ മിക്സ് ചെയ്താൽ, നമ്മൾക്ക് പവർ ആൽക്കഹോൾ കിട്ടുന്നു. എന്താണ് കിട്ടുക? പവർ ആൽക്കഹോൾ. പവർ ആൽക്കഹോൾ വാഹനങ്ങളിലെല്ലാം ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി ഒരു കർഷകർക്ക് ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാർലിയിൽ നിന്ന്, ഗോതമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എത്തനോൾ നിർമ്മിക്കാനുള്ള കുറച്ച് സ്ഥാപനങ്ങൾ ഇപ്പോഴുണ്ട്. പക്ഷെ കുറച്ചും കൂടി ഇൻഡസ്ട്രീസ് അത് തുടങ്ങാനായിട്ട് സബ്സിഡി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പത്രത്തിലുണ്ടായിരുന്നു. അപ്പൊ എന്താണ് എത്തനോളിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എത്തനോൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ആ എത്തനോളിനെ നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഓരോന്നിന്റെയും വേസ്റ്റിൽ നിന്ന്, പഞ്ചസാരയുടെ വേസ്റ്റിൽ നിന്നാണ് പഞ്ചസാര ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളതിൽ നിന്നാണ് നമ്മൾ എത്തനോൾ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ നമുക്ക് അരിയോ ഗോതമ്പോ ബാർലിയോ മുതലായ ചെടികളുടെ എല്ലാം വേസ്റ്റിൽ നിന്നും നമ്മൾക്ക് എന്തുണ്ടാക്കാനായിട്ട് സാധിക്കും? എത്തനോൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. രണ്ടാമത്തെ സെറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതാണ്? COOH അല്ലെ. അപ്പൊ COH ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളവയാണ് നമ്മൾ കാർബോക്സിലിക് ആസിഡുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നത്. അവയെ നമ്മൾ ഓയിക് ആസിഡ്, അവരുടെ വേർഡ് റൂട്ടിന്റെ കൂടെ ഓയിക് ആസിഡ് ചേർത്തിട്ടാണ് പേരുകൾ പറയാറുള്ളത്. അപ്പൊ ആദ്യത്തെ ഒരു കോമ്പൗണ്ട് നോക്കാം, HCOH അല്ലെ. എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ ഉണ്ട്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബണിന്റെ എണ്ണം കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് കാർബണിന്റെ എണ്ണം നമ്മൾ കണക്കാക്കാറുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബൺ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു കാർബൺ ഉള്ളത് കൊണ്ട് മെത്താണ് വരുന്നത്. അപ്പോൾ ഓയിക് ആസിഡും കൂടെ ചേർക്കുമ്പോൾ മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ് എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. അതിനെ നമ്മൾ ഫോമിക് ആസിഡ് എന്നും കൂടി പറയുന്നു. ഫോമിക് ആസിഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? എന്താണ് ഫോമിക് ആസിഡ്? അറിയാലോ അല്ലെ. അപ്പൊ ഫോമിക് ആസിഡ് നോക്കാം. അടുത്തത് CH3COH. എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട് അല്ലെ. 2 കാർബൺ ഉണ്ട്. അപ്പൊ എത്താണ് വരുന്നത്? അപ്പൊ എത്തനോയിക് ആസിഡ്. അതിനെ നമ്മൾ അസിറ്റിക് ആസിഡ് എന്നാണ് പറയുക. അസിറ്റിക് ആസിഡിന്റെ മറ്റൊരു പേര് എന്താണ്? വിനാഗിരി അല്ലെ. വിനാഗിരിയിലുള്ള മറ്റൊരു ആസിഡാണ്, വിനാഗിരിയിലുള്ള ആസിഡാണ് അസിറ്റിക് ആസിഡ്. അപ്പൊ അതാണ് ഇത് CH3COH എന്ന് പറയുന്ന എത്തനോയിക് ആസിഡ് തന്നെയാണ് അസിറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി അതിലുള്ള കുറച്ച് പോയിന്റ്സ് ആണ് അവർ നോട്ട് ചെയ്ത് വെക്കാം. Organic acids containing 12 or more carbon atoms are fatty acids.
12 അതിൽ കൂടുതലോ കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാറ്റി ആസിഡുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾക്ക് കഴിക്കുന്ന പഴങ്ങളില് ഫ്രൂട്ട്സിലൊക്കെ ആസിഡുകൾ ഉണ്ട് നമുക്കറിയാം അല്ലെ. അപ്പോൾ അതെല്ലാം ചെറിയ ആസിഡുകളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. അവയൊക്കെ എന്താണ്, ഈ കാർബോക്സിലിക് ആസിഡുകൾ തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്കത് എഡിബിൾ ആണ്, നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 12 അതിൽ കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിലാണ് അവ എന്ത് വിഭാഗത്തിൽപ്പെടുന്നത്, ഫാറ്റി ആസിഡുകളായിട്ട് കണക്കാക്കുന്നത്. ഇനി 5 മുതൽ 8% മാത്രമേ വീര്യമുള്ളൂ എങ്കിൽ ആ അസറ്റിക് ആസിഡ്, എത്തനോയിക് ആസിഡ് തന്നെയാണ് അസറ്റിക് ആസിഡും, ആ അസറ്റിക് ആസിഡിനെയാണ് നമ്മൾ എന്ത് പറയാ, വിനാഗർ അഥവാ വിനാഗിരി എന്ന് പറയുന്നത്. അപ്പോൾ വിനാഗിരിയിലുള്ള ആസിഡിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5 to 8% ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതിലെ വിനാഗിരിയിലുള്ള ആസിഡ് എന്ന് പറയുന്നത് 5 മുതൽ 8% വീര്യമുള്ള ആസിഡ് ആണ്. അതിനെയാണ് നമ്മൾ വിനെഗർ എന്ന് പറയുന്നത്. ഇനി 100% അസറ്റിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ 100% വീര്യമുള്ള അസറ്റിക് ആസിഡ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്. ഇനി എങ്ങനെയാണ് അസറ്റിക് ആസിഡ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. CH3OH എന്നാണത്, മെത്തനോൾ അല്ലെ. മെത്തനോളും കാർബൺ മോണോക്സൈഡും കൂടി ചേർന്നുകൊണ്ട്, മെത്തനോളും കാർബൺ മോണോക്സൈഡും കൂടി ഒരു പ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ചേർന്നിട്ടാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്, അസറ്റിക് ആസിഡ് നമ്മൾ അല്ലെങ്കിൽ വിനാഗിരി നമ്മൾ അസറ്റിക് ആസിഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എന്താണ് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരിയുടെ ഉപയോഗം എന്താണ് നമുക്കറിയാം, പ്രിസർവേറ്റീവ് ആണ് അല്ലെ. പ്രിസർവേറ്റീവ് നമ്മൾ അച്ചാറ് പോലുള്ള സാധനങ്ങളൊക്കെ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിനാഗർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ റയോൺസിന്റെ നിർമ്മാണം, സിൽക്ക്, ഇതിനൊക്കെ നിർമ്മിക്കാനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, അസറ്റിക് ആസിഡ് നിർമ്മിക്കാറുണ്ട്. അപ്പൊ രണ്ടാമത്തെയും വിഭാഗം കഴിഞ്ഞു. അടുത്തതാണ് എസ്റ്ററുകൾ. എസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചു ആൽക്കഹോള്, പിന്നെ നമ്മൾ ആസിഡുകളെ പഠിച്ചു അല്ലെ. അപ്പൊ മൂന്നാമത്തെ വിഭാഗമാണ് എസ്റ്ററുകൾ. അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും ആയ ആൽക്കഹോളുകളും എസ്റ്ററുകളും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു പ്രോസസ്സിനെയാണ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയാം. ആൽക്കഹോളും ആസിഡും തമ്മിൽ ചേരുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ. എസ്റ്ററിഫിക്കേഷൻ വഴി കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് എസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആസിഡ്, ഒരു ആൽക്കഹോൾ, അവ രണ്ടും തമ്മിൽ ചേർന്നുണ്ടാവുന്നതാണ് എസ്റ്ററുകൾ എന്ന് പറയുന്നത്. അപ്പൊ എസ്റ്ററുകൾക്ക് എന്താ പറയാ, നല്ല മണം ഉണ്ടായിരിക്കും. അത് പൂക്കളുടെയും അതുപോലെ തന്നെ പഴങ്ങളുടെയും ഒക്കെ മണമായിരിക്കും അവയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപയോഗങ്ങൾ അവർക്കുണ്ട്. നമുക്ക് ഭക്ഷണത്തിൽ അല്ലെ, ഭക്ഷണത്തിൽ നല്ല മണമുള്ള എസൻസുകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, പെയിന്റിൽ ഉപയോഗിക്കാറുണ്ട്, സ്പ്രേയിൽ ഉപയോഗിക്കാറുണ്ട്, സോപ്പുകളിൽ ഉപയോഗിക്കാറുണ്ട്, മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ നമ്മൾ ഈ എസ്റ്ററുകൾ ഉപയോഗിക്കുന്നു. കാരണം അവരുടെ ഈ സുഗന്ധം തന്നെയാണ് ഇത്രയും വ്യാവസായികമായിട്ട് ഇതിന്റെ ഉൽപാദനത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ എസ്റ്ററുകളുടെ ഇക്വേഷൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു എസ്റ്ററിന്റെ ഇക്വേഷൻ തന്നിട്ട് അതിലത്തെ ആസിഡും ആൽക്കഹോളും ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. ചിലപ്പോൾ ആസിഡും ആൽക്കഹോളും തന്നിട്ട് എസ്റ്ററിന്റെ കെമിക്കൽ ഫോർമുല എഴുതാനായിട്ട് പറയും. അപ്പൊ രണ്ട് രീതിയിലാണെങ്കിലും നമ്മൾക്ക് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആസിഡും ആൽക്കഹോളും ചേർന്നിട്ടാണ് എസ്റ്റർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഇതാണ് ആസിഡ്, ഇതാണ് ആൽക്കഹോൾ. അപ്പൊ ഞാൻ വിചാരിക്കും എന്താണ് ഇങ്ങനെ തലതിരിഞ്ഞ് എഴുതിയിരിക്കണേന്ന് വിചാരിക്കും അല്ലേ. അപ്പൊ ഇങ്ങനെ തലതിരിഞ്ഞ് എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എസ്റ്ററിന്റെ ഇക്വേഷൻ എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആസിഡ്. അപ്പൊ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? എത്തനോയിക് ആസിഡ് അല്ലെ. എത്തനോയിക് ആസിഡ് ആണ് ഇത്. എത്തനോയിക് ആസിഡും ഇതുപോലെ ഇവിടെയും എത്ര ഉണ്ട്? 2 കാർബൺ ഉണ്ട്. OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ ഇത് ആൽക്കഹോൾ ആണ്. ഇവിടെ COH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ആസിഡും OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതാണ് ആൽക്കഹോൾ. അപ്പൊ ഇതിന്റെ 2 എണ്ണം ഉണ്ടെങ്കിൽ ഇതിന്റെ പേരെന്താണ്? എത്തനോൾ. ഓക്കെ, അപ്പോൾ എത്തനോയിക് ആസിഡും എത്തനോളും കൂടി ചേരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എസ്റ്റർ ആണ് ഇത്. ഓക്കെ, ഇതില് നമ്മൾ എന്താ ചെയ്തിരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ OHലെ Hഉം COHലെ OHഉം തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് H2O, ഇവിടെ വാട്ടർ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആസിഡും ആൽക്കഹോളും തമ്മിൽ ചേരുമ്പോൾ അവയിൽ നിന്ന് വാട്ടർ സെപ്പറേറ്റ് ചെയ്ത് ബാക്കിയുള്ളതിനെ എഴുതിയിരിക്കണേ നോക്കാട്ടോ. CH3, CO,
ഇവിടെ എച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓ ഉണ്ടല്ലോ, ആ ഓ കൂടെ ചേർത്തു. അപ്പൊ COO CH2CH3. ഇതാണ് നമ്മളുടെ എസ്റ്ററിന്റെ കെമിക്കൽ ഫോർമുല. ഓക്കെ, അപ്പോ എഴുതുമ്പോൾ ആദ്യം ആസിഡിന്റെ കെമിക്കൽ ഫോർമുലയും പിന്നീട് ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുലയും എഴുതണം. ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ എഴുതുന്ന പോലെയല്ല, നേരെ തിരിച്ച് എഴുതി കൊണ്ടുവരിക. ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്ത് ബാക്കിയുള്ളത് അതേ ഓർഡറിൽ പകർത്തി എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തിന്റെ കെമിക്കൽ ഫോർമുല കിട്ടി? എസ്റ്ററിന്റെ കെമിക്കൽ ഫോർമുല കിട്ടി. ഇനി ഇതിന്റെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് അവയ്ക്ക് ഒരു പേര് കൊടുക്കണം, അല്ലെ? അപ്പൊ പേര് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ആൽക്കഹോളിന്റെ പേരിനെയാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. റാഡിക്കൽ ആക്കിയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോ എത്തനോൾ ആണെങ്കിൽ ഈഥൈൽ. ഇതിനെ റാഡിക്കൽ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിനെ ഈഥൈൽ. ഇവിടെ ഒയിക് ആസിഡ്. അപ്പൊ ഇവിടെ എസ്റ്റർ ആയതുകൊണ്ട് OH എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? എത്തനോയേറ്റ്. ഈഥൈൽ എത്തനോയേറ്റ്. അപ്പൊ ഈ എസ്റ്ററിന്റെ പേര് എന്താണ്? ഈഥൈൽ എത്തനോയേറ്റ്. ഇനി എസ്റ്റേഴ്സിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? അപ്പൊ ഇതിലൊന്നും പെടാത്ത ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തായിരിക്കും? COO എന്ന് പറയുന്നതാണ് എസ്റ്ററിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ എസ്റ്റർ ആണെന്ന് നമ്മൾ തിരിച്ചറിയണത് എങ്ങനെയാണ്? നമുക്ക് തന്നിരിക്കുന്ന കെമിക്കൽ ഫോർമുലയിൽ COO ഉണ്ടെങ്കിൽ ആ തന്നിരിക്കുന്നത് ഒരു എസ്റ്റർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എസ്റ്ററുകൾ എങ്ങനെ ഉണ്ടാക്കുന്നു? ആസിഡുകളും ആൽക്കഹോളുകളും തമ്മിൽ ചേരുമ്പോഴാണ് എസ്റ്റർ ഉണ്ടാകുന്നത്. എസ്റ്റർ ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? എസ്റ്ററിഫിക്കേഷൻ. എന്താണ് പേര്? എസ്റ്ററിഫിക്കേഷൻ. അങ്ങനെ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ ആദ്യം ആസിഡിന്റെയും പിന്നീട് ആൽക്കഹോളിന്റെയും പേര് എഴുതുന്നു. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിലാണ് ഇത് നടക്കുന്നത്. അതിൽ നിന്ന് എസ്റ്റർ ആയി വരുമ്പോൾ എസ്റ്ററിന് പേര് കൊടുക്കുമ്പോൾ ആൽക്കഹോളിനെ റാഡിക്കലായിട്ട് ഈഥൈൽ എന്ന് നമ്മൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ആസിഡിന്റെ പേരിനെ OH എന്നാണ് ചേർക്കുന്നത്. അപ്പോൾ OH, ഈഥൈൽ എത്തനോയേറ്റ് എന്നായിരിക്കും ഈ ഒരു എസ്റ്ററിന്റെ പേര് വരുന്നുണ്ടാവും.